കോഴിക്കോട് സബ് ജയിലിന്റെ മതിലിനോട് ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ച പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു. CPM ജില്ലാ നേതാവിന്റെ ബന്ധുവിന്റെ സ്ഥാപനത്തിനാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച പരസ്യത്തിന് അനുമതി നൽകിയത്. ജയിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ CPM നടത്തിയ ഇടപെടലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സബ് ജയിലിന്റെ മതിലിനോട് ചേർന്ന് ജയിൽ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മതിലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരസ്യ കമ്പനി വലിയ ഹോർഡിങ്ങുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വലിയ ഇരുമ്പുകാലുകളും ക്ലാബുകളും ഘടിപ്പിച്ചിരിക്കുന്നത് മതിലിനോട് ചേർന്നാണ്. മതിലിനു മുകളിൽ കയറിയ ഒരാൾക്ക് പരസ്യ ബോർഡിന്റെ ഹോൾഡിംഗിലൂടെ എളുപ്പത്തിൽ താഴെ ഇറങ്ങാം. കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷയുള്ള ബ്ലോക്കിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനു പിന്നാലെ ജയിൽ സുരക്ഷയിൽ വലിയ ചർച്ച നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായ ചട്ടലംഘനം എന്നതാണ് ശ്രദ്ധേയം. സുരക്ഷയെ ബാധിക്കുന്നതോ കാഴ്ചയെ മറയ്ക്കുന്നതുമായ ഒന്നും മതിലിനോട് ചേർന്നോ ജയിൽ വളപ്പിലോ സ്ഥാപിക്കരുത് എന്നാണ് ചട്ടം. UDF ഭരണകാലത്ത് സമാന രീതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ജയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ ബോർഡുകൾ എടുത്തുമാറ്റിയിരുന്നു. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത DYFI ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇന്ന് CPM ജില്ലാ നേതാവായിരിക്കെ ഇതിന് ഒത്താശ ചെയ്യുന്നതും. CPM ഇരട്ടത്താപ്പിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതേസമയം ജയിൽ വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ വരുമാനത്തിനായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് അനുമതി നൽകിയത് എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജനം, കോഴിക്കോട്.